ഇന്ത്യയിലെ കാര്യം. ഓക്കെ, 1921 എന്താ സംഭവിച്ചത്? അന്ന് നിങ്ങൾ പറയും മലബാർ കലാപം, മറ്റേ വാര്യംകുന്നത്ത് എന്നൊക്കെ പറയും. അതെ, അത് വാര്യംകുന്നത്തിന് എന്താ ചെയ്തത്? എന്തിനാണ് ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല നടത്തിയത്? നിങ്ങൾ വാര്യംകുന്നത്തിനെ വലിയൊരു തീവ്രവാദിയാക്കി, വലിയൊരു തീവ്രവാദിയാണല്ലോ. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് ഘട്ടമാണ്? അല്ലേ, വാര്യംകുന്നം തീവ്രവാദി അല്ലേ? വാര്യംകുന്നം തീവ്രവാദി എന്ന് പറയാൻ പറ്റൂല. പിന്നെന്താ പറ്റുക? ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല നടത്തി, അതിന് കൂട്ടുനിന്ന്, എന്നിട്ട് അവിടെ മതം മാറ്റി, എന്നിട്ട് അവിടെ ഒരു ഖിലാഫത്ത് സ്ഥാപിച്ച് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയ ആ പറയുന്ന വാര്യംകുന്നനെ നിങ്ങൾ തീവ്രവാദി എന്നല്ലാതെ എന്തെന്നാ വിളിക്കാം? നീ അറിഞ്ഞ ഞാൻ പെട്ടു എന്തെന്നാ വിളിക്കാന്ന് പറയും? അല്ല, നിങ്ങൾ ചരിത്രം നിങ്ങള് ഇന്ത്യയിലെ കാര്യം പറഞ്ഞപ്പോ അത് പിന്നെ മുങ്ങ എങ്ങനെ ശരിയാവുക? അത് പറഞ്ഞിട്ട് പോയാൽ മതി. മിസ്റ്റർ ആരി പറഞ്ഞ കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. എന്നാ പറയ്, ഇത്രയൊക്കെ ചെയ്ത വാര്യംകുന്നനെ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കുമല്ലേ? ഈ വാര്യംകുന്നനെ കുറിച്ചും മലബാർ ലഹളയെ കുറിച്ചും അംബേദ്കർ എന്താ പറഞ്ഞത്? അംബേദ്കർ എന്താ പറഞ്ഞത് ഇയാളെ കുറിച്ച്? ധീരനായ ഒരു വ്യക്തിയാണ്. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അംബേദ്കറിന് നിങ്ങൾക്ക് വിശ്വാസമാണല്ലേ? അംബേദ്കർ നമ്മളെ ഭരണഘടനയായിട്ടാണ്. മൂപ്പരെ നിങ്ങൾക്ക് വിശ്വാസമാണോ? മൂപ്പറിന് വിശ്വാസമാണ്. അപ്പൊ മൂപ്പര് ഇതല്ലേ പറഞ്ഞത് അവിടെ നടന്നത് ഹിന്ദു വേട്ടയാണ് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടില്ലേ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ചരിത്രം തന്നെയാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. പുള്ളി ആ കാലത്ത് ജീവിച്ചിരുന്ന ആളല്ലേ, പുള്ളിക്ക് ചരിത്രം പറയേണ്ട കാര്യമില്ലല്ലോ. എന്തിനാണെന്ന് ചരിത്രം? അംബേദ്കർ അന്ന് എഴുതി വെച്ച കാര്യമല്ലേ? നിങ്ങൾ കഷ്ണങ്ങളായിട്ട് അംബേദ്കർ അന്ന് പറഞ്ഞ കാര്യമില്ലേ ഞാൻ പറയണത്? അംബേദ്കർ ചരിത്രകാരനാണോ? അംബേദ്കർ അന്ന് ജീവിച്ച ആളല്ലേ? അംബേദ്കർ രാജ്യശക്തിയാണ്. അപ്പൊ പുള്ളി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലേ? പുള്ളി എന്താ പറഞ്ഞത്? മലബാർ ലഹളയെ കുറിച്ച് അംബേദ്കർ എന്താ പറഞ്ഞത്?